എല്ലാവർക്കും ബി ഹാപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് JBL എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡ്യൂറബിലിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് JBLൻ്റേത്. അതുപോലത്തെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. JBL C100Si ഒരു ഇയർഫോൺ ആണ്. നമുക്ക് JBL C100Si അൺബോക്സ് ചെയ്യാം. JBL C100Si നല്ല ബാസുള്ള ഒരു ഇയർഫോൺ ആണ് JBL C100Si. ഇതിൻ്റെ റിയൽ പ്രൈസ് 1299 ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് 700 രൂപയ്ക്ക് ലഭിച്ചു. ഇത് ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോണ്, ഓഡിയോ പ്ലെയർ തുടങ്ങിയവയിൽ കോമ്പാറ്റബിൾ ആണ്. വോയിസ് അസിസ്റ്റൻ്റായ സിരിയും അതേപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റുമെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ JBL C100Si കൊണ്ട് ലോഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് JBL C100Si അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു വാറണ്ടി കാർഡ് അതേപോലെ തന്നെ ഒരു സെറ്റപ്പ് ഗൈഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൽ 3 തരം ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. ലാർജ്, സ്മോളും അതേപോലെ തന്നെ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് മീഡിയവുമാണ്. ഇതിൻ്റെ ഇയർ ടിപ്സ് ഒരു ആംഗിൾഡ് വേയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെവിക്ക് വേദന വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചില ഇയർഫോൺസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെവിക്ക് ഭയങ്കര വേദനയും അതേപോലെ തന്നെ അസ്വസ്ഥതയൊക്കെ തോന്നും. ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അസ്വസ്ഥതയൊക്കെ ഇല്ല. ഇതിൻ്റെ ഇയർ ടിപ്സിൽ JBL എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇയർ ടിപ്പ് നമ്മളെ വളരെ ആകർഷിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്നത് 3.5mm ഗോൾഡ് പ്ലേറ്റഡ് ജാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ക്വാളിറ്റിയിലാണ് JBL ഇയർഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇയർഫോണിൽ മൈക്രോഫോൺ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വെയിറ്റ് 50 ഗ്രാമാണ്. ഇത് നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, റെഡ് തുടങ്ങിയ നിറങ്ങളിൽ ലഭ്യമാണ്. ഇതിൻ്റെ വയർ വളരെ തിന്നാണ്. നമുക്കിതിൽ വോയിസ് അസിസ്റ്റൻ്റ് വളരെ വേഗത്തിൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിതിൽ കോള് എടുക്കാനും അതേപോലെ തന്നെ കോള് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരെ ബൈ.